പ്രൈസ് ഗോഡ്. കർത്താവ് നമ്മളേവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സഹോദരൻ, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. ആമേൻ. സ്തോത്രം. ഇന്ന് ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പറഞ്ഞതിനെ ദൈവം ഉറപ്പിക്കാൻ പോകുന്നു. സാഹചര്യത്തിനകത്ത് ആമേൻ. സ്തോത്രം. ആമേൻ. ചില ചോദ്യങ്ങളുടെ നടുവിൽ ദൈവം നിങ്ങൾ പറഞ്ഞ മറുപടിയെ പരിശുദ്ധാത്മാവ് അത്ഭുതമാക്കാൻ പോകുന്നു. ആമേൻ. സ്തോത്രം. നമുക്ക് ഈ സന്ദർഭം അറിയാം. അബ്രഹാമിൻ്റെ മകനായ ആമേൻ. സ്തോത്രം ഇസഹാക്ക് ആമേൻ. സ്തോത്രം തന്നോട് ചോദിക്കുകയാണ്, അപ്പ തീയുണ്ട്, വിറകുണ്ട്, ആമൻ, ആട്ടിൻകുട്ടി എവിടെ, യാഗമൃഗം എവിടെ? ആമൻ. സോദരൻ, നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, ആരാധനയ്ക്ക് പോകുന്നുണ്ട്, ആമൻ, ഉപവസിക്കുന്നുണ്ട്, ആമൻ. സോദരൻ വിശ്വാസം പറയുന്നുണ്ട്. എന്നാൽ ആമൻ. സോദരം, നീ പ്രാർത്ഥിച്ചതിനും ആമൻ. സോദരം ഉപവസിച്ചതിനും മറുപടി എവിടെ എന്ന ചില ചോദ്യങ്ങളുടെ നടുവിൽ ഇന്ന് പരിശുദ്ധാത്മാവ് ഞാൻ ദൂത് വിളിച്ച് പറയാം. നീ അതിൻ്റെ നടുവിലും പ്രതികൂലത്തിൻ്റെ നടുവിലും വിശ്വാസത്തോടെ പറഞ്ഞ ചില വാക്കുകളെ എൻ്റെ ദൈവം അത്ഭുതമാക്കാൻ പോകുന്നു. ആമൻ. സോദരം, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആമൻ. സ്തോത്രം. എത്ര വലിയ പ്രതികൂലമാണെങ്കിലും വിശ്വാസത്തിൻ്റെ വാക്ക് വിളിച്ചു പറയുന്നവൻ്റെ ആമൻ കൂടെ ഇറങ്ങി പ്രവർത്തിക്കുന്നൊരു ദൈവത്തെ ഇന്ന് പകലിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അവൻ്റെ പേരാണ് യേശു. ആമൻ. നീ പറഞ്ഞ വാക്കിനകത്ത് എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിയ ആമൻ സഹോദരങ്ങളെ, ആമൻ. സ്തോത്രം. ആമൻ. നിങ്ങളുടെ കൂടെ ദൈവം ഇരുന്ന അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ആമൻ. നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിങ്ങളെ പുലർത്തിക്കൊള്ളും. ആമൻ. സ്തോത്രം. ആമൻ. മകൻ്റെ ചോദ്യത്തിന് ഒരു ആട്ടിൻകുട്ടിയെ ആമൻ, ഒരു കോലാട്ടുകൊറ്റനെ ആമൻ ആ കുറുങ്കാട്ടിൽ എൻ്റെ കർത്താവ് ഒരുക്കിയെങ്കിൽ ആമൻ. സ്വതം നിൻ്റെ പ്രാർത്ഥന വെറുതെയല്ല, നിൻ്റെ ഉപവാസം വെറുതെയല്ല, നിൻ്റെ വിശ്വാസം വെറുതെയല്ല. ഇന്ന് പകലിൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, നിൻ്റെ വിശ്വാസത്തെ മാനിക്കുന്നൊരു കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. ആമൻ. സ്വതം ആമൻ. ധൈര്യത്തോടെ നീ മുൻപോട്ട് പോകുക. എത്ര പ്രതികൂലത്തിൻ്റെ നടുവിൽ നീ ധൈര്യമായി മുമ്പോട്ട് പോകുക. കർത്താവ് നിൻ്റെ കൂടെ ഇരുന്ന് അത്ഭുതങ്ങൾ ചെയ്യും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകലിൽ അനുഗ്രഹമേറിയ ഒരു വചനം തന്നതിനായി സ്തോത്രം. ഇത് കേട്ട എല്ലാ വ്യക്തികളുടെ മേലും അവർ പറഞ്ഞ വാക്കിനകത്ത്, ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞ വാക്കിനകത്ത് എൻ്റെ ദൈവം ആ വാക്കിനെ അത്ഭുതമാക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങൾ അനുഗ്രഹിച്ച് ആമൻ പ്രാർത്ഥിക്കുന്നു. ആമൻ. യേശു കർത്താവെ, ഞങ്ങൾ നന്ദി പറയുന്നു. ആമൻ. ഈ ജനത്തിൻ്റെ വാക്കിനെ മാനിച്ച ദൈവമേ, ആമൻ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകല ജനത്തിനും ആമൻ ഒരു വലിയ വിടുതൽ വ്യാപരിക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും, മാനിക്കും, അത്ഭുതം പ്രവർത്തിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.